നമസ്കാരം. പ്രധാന വാർത്തകൾ. വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. മലപ്പുറം സ്വദേശിയായ 6 വയസ്സുകാരിക്ക് രോഗബാധ. ശനിയാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചത്. ഇതോടെ രോഗം ബാധിച്ച ആശുപത്രിയിലുള്ള കുട്ടികളുടെ എണ്ണം 2ആയി. കോഴിക്കോട് തലക്കത്തൂർ സ്വദേശിയായ പെൺകുട്ടിയും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുണ്ട്. 79 വയസ്സുള്ള കോഴിക്കോട് സ്വദേശിയായ ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ നിലവിൽ ചികിത്സയിലുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണം. ഒരാൾക്ക് ദാരുണാന്ത്യം. പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. അട്ടപ്പാടി സ്വദേശിയായ ശാന്തകുമാറാണ് മരിച്ചത്. താവളം മുള്ളി റോഡിലാണ് സംഭവം. ശാന്തകുമാർ ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. കാട്ടാന റോഡിൽ നിൽക്കുന്നത് ഇദ്ദേഹം കണ്ടിരുന്നില്ല. ശാന്തകുമാറിനെ വണ്ടിയടക്കം ആന ചവിട്ടുകയായിരുന്നു. വീഴ്ചയിൽ വാരിയല് പൊട്ടുകയും കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇയാളെ മണ്ണാർക്കാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. നടൻ വിജയ് ദേവരകൊണ്ട സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. തെലങ്കാനയിലെ ജോഗുലാംബ ഗഡ്വാൾ ജില്ലയിലെ ഉണ്ടവല്ലിക്ക് സമീപം ഇന്ന് രാത്രിയാണ് അപകടമുണ്ടായത്. പരിക്കേൽക്കാതെ നടൻ രക്ഷപ്പെട്ടതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത സുഹൃത്തുക്കളോടൊപ്പം പുട്ടപർത്തിയിൽ നിന്നും ഒരു യാത്ര കഴിഞ്ഞ് ഹൈദരാബാദിലേക്ക് മടങ്ങുകയായിരുന്നു നടൻ. ദേശീയപാത 44-ൽ വരസിദ്ധി വിനായക കോട്ടൺ മില്ലിന് സമീപമാണ് അപകടമുണ്ടായത്. ആലപ്പുഴയിൽ ട്രാവലർ റിവേഴ്സ് എടുക്കുന്നതിനിടെ നിയന്ത്രണം തെറ്റി റോഡിലേക്ക് മറിഞ്ഞു. ഇന്ന് വൈകിട്ട് ഏകദേശം 6:30-യോടെ നീരേറ്റുപുറം കാർ സ്റ്റാൻഡിന് സമീപമാണ് സംഭവം. വാഹനം പിന്നോട്ടെടുത്ത് തിരിക്കുന്നതിനിടെയാണ് ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടതും ട്രാവലറിന്റെ പിൻഭാഗം താഴ്ചയിലേക്ക് ഇടിച്ചു വീണതും. ട്രാവലർ മറിഞ്ഞതിനെ തുടർന്ന് താഴെ പാർക്ക് ചെയ്തിരുന്ന നിരവധി സ്കൂട്ടറുകൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ട്രാവലർ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. അധിക സ്വർണം വിവാഹാവശ്യത്തിന് ഉപയോഗിക്കാൻ തരണം. അനുമതി തേടി ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. 2019 ഡിസംബറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം പ്രസിഡന്റിന് അയച്ച 2 ഇമെയിൽ സന്ദേശങ്ങളിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അധിക സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കാൻ അനുമതി തേടിയാണ് ഇമെയിൽ. 2019 ഡിസംബറിലാണ് മെയിൽ അയച്ചിരിക്കുന്നത്. ദേവസ്വം വിജിലൻസിൻ്റെതാണ് കണ്ടെത്തൽ. 2019 ഡിസംബർ 9-നും 17-നുമായാണ് ഇമെയിൽ സന്ദേശങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൽ അയച്ചിരിക്കുന്നത്. സംഭവത്തിൽ ഹൈക്കോടതി ആശങ്ക അറിയിച്ചു.